എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടേസ്റ്റ് ഗാർഡൻ ബ്രാൻഡിൻ്റെ മില്ലറ്റ് മിക്സിൻ്റെ പൗഡറാണ്. ഇത് സ്പ്രൗട്ടഡ് ചെയ്തിട്ടുള്ളതാണ്, മുളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ചേർന്നിട്ടുള്ളത് പിന്നെ പേൾ മില്ലറ്റ്, രാഗി, സ്വർഗം എന്ന് പറഞ്ഞാൽ മണിച്ചോളം, ഈ 3 മില്ലറ്റ്സും ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു 3-4 ദോശ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് വേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിലും കോഴിമുട്ട ഒന്നെന്നെ മതി കേട്ടോ. ഞാൻ ഇത് ഒരു കോഴിമുട്ട കഴിക്കണത് ഇതിലേക്ക് ചേർത്തതന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കോഴിമുട്ട ചേർത്തത് കാരണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്താൽ മതി, വെള്ളം കൂടി പോകണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതേപോലെ ഒരു കട്ടിയായിരിക്കണം കേട്ടോ. നമുക്കിങ്ങനെ ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ സാധാരണ ദോശമാവ് ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ അതിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റണം. ഇതേപോലെ നന്നായി പരത്തിയെടുക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് അതിൽ ഫോളോ ചെയ്താൽ മതി. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് നന്നായി ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യോ പിന്നെ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും അതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ഇതൊന്നങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാനും ഒക്കെ പറ്റിയതാണ്. എന്ന് വെച്ചാൽ ഈ മിക്സ് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ. ഇനി നമുക്കിത് ചുട്ടെടുത്തതൊന്ന് വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ഗാർഡൻ്റെ സ്പ്രൗട്ടഡ് മില്ലറ്റ് മിക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ദോശ ചമ്മന്തിയുടെയും ചട്നിയുടെയും കൂടെ മാത്രമല്ല എല്ലാ കറികളുടെ കൂടെയും കഴിക്കാനായിട്ട് വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.